ഒരു നിയമ വിദ്യാർത്ഥിനിയുടെ ദാരുണമായ കൊലപാതകം നമ്മുടെ സമൂഹ മനസാക്ഷിയെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അതിൽ എനിക്കുമൊക്കെ ഒരുപാട് പ്രതികരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രതിഷേധ സമ്മേളനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ഷംസുദ്ദീൻ തുടങ്ങിയുള്ള, അതുപോലെ പ്രൊഫസർ എം കെ സാനു തുടങ്ങിയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് അന്വേഷണം ആദ്യം അങ്ങനെ നീണ്ടുപോകുന്നത് യഥാർത്ഥം നമ്മൾ പോലീസിനെ പലപ്പോഴും കുറ്റം പറയാറുണ്ട്. ഇത് പക്ഷേ ഇതിനകത്ത് പോലീസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് ഒന്നാമത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് ആദ്യമേ മനസ്സിലായി. നാട്ടുകാരുമല്ല, ഇത് കണ്ട സാക്ഷികളാരുമില്ല. ഈ പ്രതി ഇറങ്ങിപ്പോകുന്നത് കണ്ടതായിട്ടുള്ള ഒരു സാക്ഷി, അത് മൂന്നാം സാക്ഷിയെ കേസിനകത്ത്, അത് മാത്രമേ ഉള്ളൂ. പ്രതി അവിടുന്ന് ഇറങ്ങി ആ കനാലിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് കണ്ട ഒരു സാക്ഷിയുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ദൃക്സാക്ഷികളില്ല. പക്ഷേ ഇതിൻ്റെ സാഹചര്യ തെളിവുകൾ ആണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ വിധിക്ക് പിൻബലമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആളുകൾ പറയും സാഹചര്യ തെളിവുകളെന്ന് പറയുന്നത് സാഹചര്യങ്ങൾ അങ്ങ് തെളിയിക്കും എന്നൊക്കെ ചോദിക്കും. സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്ന ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ നിയമത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് വിറ്റ്നസ് മേ ലൈ ബട്ട് സർക്കംസ്റ്റാൻസ് കനോട്ട്. അതായത് സാക്ഷികൾക്ക് വേണമെങ്കിൽ കള്ളം പറയാം, പക്ഷേ സാഹചര്യങ്ങൾക്ക് കള്ളം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് സാഹചര്യ തെളിവുകൾ എന്നുള്ളത് നമ്മൾ ഇതിനകത്തൊന്ന് ഒന്ന് നോക്കേണ്ട ഒരു കാര്യമാണ്. സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് പണ്ടാണെന്നുണ്ടെങ്കിൽ സാഹചര്യ തെളിവുകൾ, ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ വളരെ ചുരുക്കമേ കിട്ടുള്ളൂ. സാഹചര്യ തെളിവുകൾ മുമ്പൊക്കെയുള്ള കേസുകൾ, പണ്ടൊക്കെയുള്ള കേസുകളിലാണെന്നുണ്ടെങ്കിൽ പ്രതി അങ്ങോട്ട് പോകുന്നത് കണ്ടു അത് ഒരാൾ പറയും, അതല്ലേ ഒന്നോ രണ്ടോ സാക്ഷികൾ അതിന് കാണും, അയാൾ അങ്ങോട്ട് പോകുന്ന ആ സംഭവ സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടെന്ന് പറയും. കുറേ സാക്ഷികൾ അതിന് ഇയാൾ ഈ സംഭവം കഴിഞ്ഞുടനെ അവിടുന്ന് ഇങ്ങനെ ഒരു രക്തം പുരണ്ട കത്തിയുമായിട്ട് ഓടിപ്പോകുന്നത് കണ്ടതായിട്ട് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ കുത്തിയത് കണ്ടത് ആരും കാണത്തില്ല. എന്നാലും അത് കഴിഞ്ഞ് ഈ പ്രതിയെ പിടികൂടുന്നു, നോക്കുന്നു, തെളിവെടുക്കുന്നു. അപ്പോൾ ഈ പ്രതിയുടെ ദേഹത്ത്, ആ പ്രതിയുടെ വസ്ത്രങ്ങളിൽ ഈ മരിച്ച ആളിൻ്റെ ബ്ലഡ് കാണുന്നു. അന്ന് ബ്ലഡ് എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഗ്രൂപ്പാണെന്ന് നോക്കുന്നത്. അല്ല DNA ഒന്നും അന്ന് വേർതിരിക്കുന്ന മെക്കാനിസം ഒന്നും ഉണ്ടായിട്ടില്ല മുമ്പ്. അതായത് ഞാനൊക്കെ ആദ്യകാലത്തൊക്കെ സെഷൻസ് കേസ് നടത്തുന്ന സമയത്തൊന്നും അതൊന്നുമില്ല. അതേപോലെ കത്തിയിൽ ബ്ലഡ് കണ്ടു, ഈ കത്തി അയാൾ കൊണ്ടുപോയി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും. അവസാനം ഇയാളെ കൊണ്ടുപോയിട്ട്, അതായത് ഇയാൾ കൊടുത്ത വിവരം അനുസരിച്ച് കത്തി റിക്കവർ ചെയ്തെടുക്കും. അത് ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ 27ാം വകുപ്പ് അനുസരിച്ച് ഇയാൾ അതിന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വിലയുള്ളതാണ് നിയമത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത്. പക്ഷേ കാലം കഴിഞ്ഞതോടെ ഇത് ഒരുപാട് പുരോഗമിച്ചു, ഈ സാഹചര്യ തെളിവുകളുടെ കളക്ഷൻ. അതായത് അതിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കടന്നുകൂടി. ശാസ്ത്രീയമായിട്ടുള്ള തെളിവെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഈ കേസിൽ തന്നെ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. കൊല്ലപ്പെട്ടതാണോ ഇല്ലയോ എന്ന് ആദ്യം തെളിയിക്കണം പ്രോസിക്യൂഷൻ. അല്ലാതെ ഒരാളെ എങ്ങനെ മരിച്ചു എന്നുള്ളതാണല്ലോ ആദ്യം നോക്കേണ്ടത്. വെദർ ഇറ്റ് ഈസ് എ ഹോമിസൈഡ് ഓർ നോട്ട് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇത് ഹോമിസൈഡാണ്, കൾപ്പബിൾ, ദിസ് ഇസ് എ ഹോമിസൈഡ്, അതായത് ഇത് നരവധമാണ് എന്നുള്ളത് നമ്മൾ കാണുക, വധമാണ് എന്ന് തെളിഞ്ഞു. പിന്നെയുള്ള ക്വസ്റ്റ്യൻ ആര് ചെയ്തു എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ആദ്യം വധമാണെന്ന് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് എന്തെന്ന്, ഇതിൽ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സർജൻ, അതായത് ആ നോക്കുന്ന എക്സ്പെർട്ട്, ഫോറൻസിക് സർജനാണ് അദ്ദേഹം. ആ എക്സ്പേർട്ട് ഈ ബോഡിയിൽ നിന്ന് ചില മെറ്റീരിയൽ കളക്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്യൂബിക് ഹെയർസ്, അതുപോലെ തന്നെ തലമുടി, പിന്നെ ശരീരത്തെ ഏതെങ്കിലും ഭാഗത്തെ രോമങ്ങൾ, പിന്നെ അത് കൂടാതെ നെയിൽ ക്ലിപ്പിങ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നെയിൽ ക്ലിപ്പിങ്സ്. കാരണം ഈ നെയിൽ ക്ലിപ്പിങ്സ് എടുക്കുന്നത് മെയിനായിട്ട് അന്ന് ഒക്കെ മുമ്പ് എടുത്തുകൊണ്ടിരുന്നത് ഈ ക്രസൻറ്റ് മാർക്ക്, അതായത് ക്രസൻറ്റ് ഷേപ്ഡ് മാർക്ക് ചിലപ്പം ഈ പ്രതിയുടെ മുഖത്തോ ശരീരത്തോ കാണും. അത് ആ ക്രസൻറ്റ് ഷേപ്ഡ് മാർക്ക് വരണമെങ്കിൽ അത് നഖം കൊണ്ടുണ്ടാക്കിയത് ആവാനേ വഴിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വരത്തില്ല. അല്ലെങ്കിൽ അതേപോലുള്ള ഒരു തത്തുല്യമായിട്ടുള്ള ഒരു ആയുധം വേണം. അതാരും കൊണ്ടു നടക്കുന്ന ആയുധമല്ലല്ലോ നഖം, അത് വരാം. അപ്പോൾ അങ്ങനെ ഈ ക്രസൻറ്റ് ഷേപ്ഡ് മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഈ ശരീരത്തെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ
ആദ്യം മുകളിലുള്ള എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, സ്കിന്നിൻ്റെ പുറത്തുള്ള. ഈ സ്കിൻ എന്ന് നമ്മൾ പറയുന്ന തൊലി എന്ന് നമ്മൾ പറയുന്നതിന് തൊട്ട് മുകളിലുള്ള ആ പാട പോലുള്ളതാണ് എപ്പിത്തീലിയൽ സെൽസ് ആണത്. അപ്പോൾ ഈ വിക്ടിം ഇയാളെ ബോഡിയിൽ ബലമായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ ഡിഫെൻസീവായിട്ട് പിടിക്കുകയോ അയാളെ ആക്രമണം ചെറുക്കാനൊക്കെ പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ സാധാരണ ഒരു ഹ്യൂമൻ ബോഡി ടച്ച് ചെയ്യുന്നതല്ല ടച്ച് ചെയ്യുന്നത്. നല്ല കഴിയുന്ന ബലത്തോടു കൂടിയായിരിക്കും, ഒക്കുന്നിടത്തോളം അത് നോക്കും. അങ്ങനെ വരുമ്പോൾ ഈ എപ്പിത്തീലിയൽ സെൽസ് ഈ നഖത്തിനിടയിൽ കയറാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഈ നെയിൽ ക്ലിപ്പിങ്സ് പരിശോധിച്ചാൽ ഇത് കാണും. അതിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കാം. അത് ഏറ്റവും വലിയ തെളിവാണ്. ഈ വിക്ടിമിൻ്റെ നഖത്തിൽ ഈ പ്രതിയുടെ DNA ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു തെളിവ് വേണ്ട. ആ പ്രതി വിശദീകരിക്കണം. കാരണം പ്രതിക്ക് പറയാൻ അറിയാവൂ പിന്നെ ഇതെങ്ങനെ വന്നു എന്ന്. അത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ 106 വകുപ്പ് അനുസരിച്ച് പ്രതിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അത് പ്രതി വെളിവാക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ ഇത് ഒന്ന്. അപ്പോൾ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ നഖത്തിൽ നിന്നും നെയിൽ ക്ലിപ്പിങ്സിൽ നിന്നും ഇത് കിട്ടി. ഈ നെയിൽ ക്ലിപ്പിങ്സ് ഇനി എന്നെ പിടിച്ചതിന് ശേഷം കൊണ്ടുവന്ന് അതിനകത്ത് എൻ്റെ തൊലി ഇതിനകത്ത് എടുത്ത് കയറ്റി വെച്ച് കാണിച്ചാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കുന്ന കാര്യമല്ല. കാരണം ഇത് ഈ പുതിയ അന്വേഷണ സംഘം ഇതിനകത്ത് വന്നല്ലോ. അത് വന്നത് ഏതാണ്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞാണ് സംഭവം ഉണ്ടായി. അതിനു മുമ്പ് ആദ്യത്തെ അന്വേഷണ സംഘം തന്നെ ഇത് കളക്ട് ചെയ്ത സാധനം പരിശോധനയ്ക്ക് അയച്ചു പോയി. അപ്പോൾ പിന്നെ ആ പറയുന്നതിൽ ഒരു ന്യായവും ഉള്ള കാര്യമല്ല, പറയാൻ പറ്റില്ല. അത് ബോധമില്ലാത്തവർ മാത്രം എടുക്കുന്ന ഒരു ആർഗ്യുമെൻ്റാണ് അങ്ങനെയുള്ളത്. അത് വിവരമുള്ള വക്കീലന്മാർ ഒരിക്കലും അത് എടുക്കുകയില്ല, അങ്ങനെ ഒരു വാദം എടുക്കത്തില്ല. കാരണം ഇത് അപകടമാണ് എന്നറിയാം. കാരണം ഇയാളുടെ നെയിൽ ക്ലിപ്പിങ്സിൽ ഇതുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കളയുക പതിവ്. അല്ലെങ്കിൽ എന്നിട്ട് വേറെ ഏതെങ്കിലും വിധത്തിൽ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് മുമ്പോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കഥയുണ്ടാക്കും. ഇവർ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നെന്നോ, അങ്ങനെ ഉണ്ടായിരുന്നു, അവർ അടുപ്പക്കാരായിരുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ നെയിൽ ക്ലിപ്പിംഗിൽ വരാനിടയായെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുത്തക്കൊണ്ടുള്ള ഒരു കഥ ചിലപ്പോൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഇയാൾ ഒന്നും അറിഞ്ഞുള്ള ടോട്ടൽ ഡിനയിൽ എടുത്തു കഴിഞ്ഞാൽ വലിയ അപകടമാണ് ഇങ്ങനെയുള്ള കേസിനകത്ത്. അതാണ് പ്രശ്നം. അപ്പോൾ നെയിൽ ക്ലിപ്പിങ്സ് ഞാൻ പറഞ്ഞു. അടുത്തതായിട്ട് എന്താ പറയുക, ഇയാളുടെ ബ്ലഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ബ്ലഡും ഇയാളുടെ ഉമിനീരും ഈ പെൺകുട്ടിയുടെ ഷാളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം വേർതിരിച്ചെടുക്കാവുന്ന ഇന്നത്തെ കാലത്ത് DNA അതിൻ്റെ DNA കിട്ടി കറക്റ്റായിട്ട്. അതും പ്രതിയുടെ DNA ആണ്. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ദേഹത്തും ഇവിടെ മുതുകത്ത് കടിച്ചൊരു പാടുണ്ട്, വലിയ കടി കടിച്ചിട്ടുണ്ട്, പാടുണ്ട്. ആ കടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെന്നറിയോ, അതിനകത്തുള്ള രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ കടിയേറ്റ പാടുണ്ടെങ്കിൽ അത് അയാളുടെ ഓഡന്റോളജിക്കൽ എക്സാമിനേഷൻ, അതായത് ഈ പല്ലുകളുടെ ഘടന അത് നോക്കിയാൽ, ഈ മുറിവുകളുമായിട്ട് നോക്കിയാൽ ഒരുപാട് എവിഡൻസ് അതിൽ നിന്ന് കിട്ടാം. കാരണം ഇപ്പോൾ മുൻപല്ലിന് അകലമുള്ള ഒരാളാണ് ആണെങ്കിൽ ഈ കടി എന്ന് പറയുന്ന ആ മുൻപല്ലിൻ്റെ അവിടെ അകലം കാണും. ഇനി അതില്ലെങ്കിലും പോട്ടെ, അതിനകത്തുനിന്ന് അയാളുടെ ഉമിനീര് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് DNA അതിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ട്. ഇതൊന്നും പിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തെളിവുകളല്ല. കാരണം ഇതൊക്കെ അന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ തന്നെ അങ്ങ് അയക്കും. ഇതിനകത്ത് അങ്ങനെ പോലീസിന് ഈ രണ്ടാമത്തെ അന്വേഷണ സംഘം ഈ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ DNA റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അത് കൂടാതെ ഈ അയാൾ പിൻവാതിലിലൂടെ ഇറങ്ങിയാണ് രക്ഷപ്പെട്ടതെന്ന് പറയപ്പെടുന്നു കേട്ടോ. ആ വാതിലിൽ ആ കട്ടിളപ്പടിയിൽ ഇയാൾ പിടിച്ചപ്പോൾ അതിൽ ബ്ലഡ് പറ്റിയിട്ടുണ്ട്. കാരണം ബ്ലഡ് പറ്റാൻ കാര്യം എന്താണെന്നറിയാം, ഇയാളുടെ കയ്യിൽ ഈ പെൺകുട്ടി കടിച്ചെന്ന് പറഞ്ഞാൽ അത് മരണവെപ്രാളത്തിലാണ്. അപ്പോൾ അയാളുടെ വിരലിന് മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മുറിവ് നിന്ന് ബ്ലഡ് വരും. ആ ബ്ലഡ് ഇവിടെ പറ്റി. ഇതാണ് കാര്യം കേട്ടോ. അത് പറ്റി കഴിഞ്ഞപ്പോൾ അയാളുടെ ബ്ലഡ് അവിടെ വരണമെങ്കിൽ, ആ കട്ടളപ്പടിയിൽ അയാളുടെ ബ്ലഡ് വരണമെങ്കിൽ അത് വേണമെങ്കിൽ അയാൾക്ക് പറയാം, പിന്നെ കൊണ്ടുവന്ന് അയാളുടെ ബ്ലഡ് എടുത്ത് അത് കൊണ്ട് തെപ്പരട്ടിയാന്ന് പറയാം. പക്ഷേ അതും ആദ്യം തന്നെ ഫോറൻസിക് എക്സ്പെർട്ട് കളക്ട് ചെയ്തിട്ട് സയൻറ്റിഫിക് എക്സാമിനേഷനിലൂടെ ഫോറൻസിക് എക്സ്പെർട്ട് കളക്ട് ചെയ്ത് അതും നേരത്തെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തെളിവുകൾ ഇതിനകത്തുണ്ട്.
യഥാർത്ഥത്തിൽ ഈ DNA മാത്രം മതി. പിന്നെ ഇയാൾ അവിടെ വന്നത് കണ്ടതിൻ്റെ തെളിവുകളൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാൾ ഇതിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന കത്തി, ഇയാളൊരു കത്തി ഉപയോഗിച്ചിരുന്നു. കത്തി ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിൻ്റെ പ്രൈവറ്റ് പാർട്സിൽ ആ കുട്ടിയുടെ അവിടെ ഒരുപാട് മുറിവ് ഈ കത്തി കൊണ്ട് കുത്തി ഒരുപാട് മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരു മാനസിക വൈകല്യമുള്ള ഒരുത്തൻ സാധാരണ ചെയ്യുന്ന പോലാണ്. ചിലർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ മാനസിക രോഗമൊന്നും കാണത്തില്ല, പക്ഷേ ഇവർ ഇതുപോലൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതുപോലെ ചെയ്തതായിട്ട് ഉള്ള ഒരുപാട് മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിനകത്തുള്ളതാണ്. ഈ കത്തി അയാളുടെ കൂടെ താമസിച്ചിരുന്ന ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് അവിടെ ഉണ്ടായിരുന്ന കത്തിയാണെന്ന്. അങ്ങനെയുണ്ട്. പിന്നെ 2 ചെരുപ്പുകൾ. ആ ചെരുപ്പിനകത്തൊന്നും എനിക്ക് ഇമ്പോർട്ടൻസ് തോന്നുന്നില്ല, അത് എപ്പോൾ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. ആ ചെരുപ്പ് കൊണ്ടിട്ട് ആ ചെരുപ്പ് കെട്ടി തൂക്കിയിട്ട് ആളുകൾ കാണിക്കുകയൊക്കെ ചെയ്ത് ചെരുപ്പ് പരസ്യം ചെയ്തു. ഈ ചെരുപ്പ് അറിയാമോ, ഇപ്പം ഈ ചെരുപ്പിലെ മണ്ണ്, അതിൽ പറ്റിയിരുന്ന മണ്ണ് ഇവിടുത്തെ മണ്ണാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. അത് ഒരു വീക്ക് പീസ് ഓഫ് മെറ്റീരിയലാണ്. അത് വേണമെങ്കിൽ പ്ലാൻ ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ബാക്കി അതിരിക്കട്ടെ. ഇപ്പം ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഒരു സ്ത്രീ, അതായത് PW3 കണ്ടതായിട്ട് പറയുന്നു. ഇയാൾ ഈ വാതിൽപ്പടി ഇതിൽ ഇയാൾ അവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് ഒരു മരത്തിൻ്റെ വേരിൽ പിടിച്ചിട്ട് ഇറങ്ങി താഴോട്ട് പോകുന്നതായിട്ട് കണ്ടതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ PW3. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള എവിഡൻസ് ഉള്ളത്. ഇയാൾ നേരത്തെ ഇതിന് ഈ പെൺകുട്ടിയായിട്ട് പരിചയമുണ്ടെന്നോ ഇവർ തമ്മിൽ അടുപ്പമുണ്ടെന്നോ ഒന്നുമുള്ള ഒരു കേസ് ആർക്കുമില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ പെൺകുട്ടിക്ക് ഇയാളെ അറിയില്ല, ഇതിൻ്റെ അമ്മയ്ക്ക് ഇയാളെ അറിയത്തില്ല, അതൊന്നും അറിയത്തില്ല. ഇയാളൊരു സ്ട്രേഞ്ചറാണ്. ഒരു ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം, ലൈംഗിക തൃപ്തിക്ക് വേണ്ടി മാത്രം വന്ന് കയറി, അതിക്രമിച്ച് കയറി ഈ ഒരു നിരായുധയായ നിസ്സഹായയായ ഈ പെൺകുട്ടിയെ കീഴ്പ്പെടുത്തി ഒരുപാട് ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു. അതിനുശേഷം അതിനെ ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ഈ പ്രൈവറ്റ് പാർട്സിലൊക്കെ കത്തി കൊണ്ട് മുറിവേൽപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത്. മുഴുവൻ കത്തി ഉണ്ടെങ്കിൽ കുത്തി നയച്ച് ഒരുപാട് ശല്യം ചെയ്തു. അതെല്ലാം എന്തുമാത്രം വേദനയെ ആ കുട്ടി സഹിച്ചു കാണുമെന്നറിയോ. അത് ആ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രതി, അതായത് ഇനി ഇതിൻ്റെ എവിഡൻസ് വരുമ്പോൾ, ഈ എവിഡൻസ് വളരെ വലിയ എവിഡൻസാണ് ഇതിനകത്ത്. മാത്രമല്ല പിന്നെ വേറെ ചില സാഹചര്യങ്ങളുണ്ട്. ഇയാൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൻ്റെ ഉപയോഗം ഇയാളങ്ങ് കുറച്ചു. അത് വളരെ റെയറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് പകരം വേറെ ഒരു സിം കാർഡ് സംഘടിപ്പിച്ച്, വേറൊരു ഫോൺ സംഘടിപ്പിച്ച് അതിൽ നിന്നായിരുന്നു ഇയാൾ വിളിക്കുകയൊക്കെ ചെയ്തത്. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇയാളെ എൻ്റെ ഓർമ്മ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കണ്ടാണ്. അപ്പോൾ ഇയാൾ ഇവിടുന്ന് കടന്നു കളഞ്ഞിട്ട് അവസാനം പോലീസ് വളരെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ DNA ഈ പരിശോധനയുടെ ഫലം വന്നല്ലോ. ഈ സംശയത്തിന് ഏതാണ്ട് ഒരു 10 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കഷ്ടമാണ്. ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് ആളുകൾ കേട്ടോ. ഈ 10 പേരെയോളം കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ കസ്റ്റഡിയിലെടുക്കപ്പെട്ട ആളുകളെന്ന് പറയുന്ന അവരെയൊക്കെ നോക്കിയപ്പോൾ, അവരുടെയൊക്കെ DNA നോക്കിയപ്പോൾ ഈ DNA ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വേറൊരു പ്രതിയാണ്, വേറൊരാളാണ്. ഒരു മെയിൽ DNA, പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഇത് ആദ്യമേ കാണാം. അപ്പോൾ ഒരു മെയിൽ DNAയുടെ സാന്നിധ്യം ഇവിടെ കണ്ടതാണ് പ്രശ്നം വന്നത്. അല്ലെങ്കിൽ പറയാം വേറെ ആരെങ്കിലും ആണ്. ഈ കുട്ടിയുടെ അമ്മ അതുമായിട്ടൊപ്പം താമസിച്ചിരുന്നല്ലേ, അന്നില്ലായിരുന്നു എന്നുള്ള ആ സമയത്ത്. അപ്പോൾ വേണമെങ്കിൽ പറയാം അമ്മയുമായിട്ടുള്ള പിടിവലിയിലോ ഉപദ്രവത്തിലോ ഒക്കെ ഉണ്ടായതാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഇതൊരു മെയിൽ DNA ആണ്, ആ സ്ത്രീയുടെ DNA ഒരു സ്ത്രീയുടെ DNA അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഒരുപാട് കമ്പാരിസന് വിധേയമാക്കിയെങ്കിലും ആരെയും കിട്ടിയില്ല. അവസാനം ഇയാളെ അന്വേഷിച്ച് അവസാനം പോലീസിന് ഒരു ചെറിയ തുമ്പിങ്ങനെ കിട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കാണാതായ ഒരുത്തനെ നോക്കിയപ്പോൾ ഇവനെ കാണാനില്ല. അന്നേരമാണ് മനസ്സിലായത്. അത് അയാൾക്കെതിരായിട്ടുള്ള ഒരു എവിഡൻസ് ആവും. അതായത് സബ്സിക്വൻറ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് അക്യൂസ്ഡിൻ്റെ സബ്സിക്വൻറ്റ് കോണ്ടാക്ട്, പ്രീവിയസ് ഓർ സബ്സിക്വൻറ്റ് കോണ്ടാക്ട്. അത് ആ സബ്സിക്വൻറ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇയാൾ അവിടുന്ന് മുങ്ങി ഒളിച്ചുപോയി. അതൊരു വലിയ എവിഡൻസാണ്. പിന്നെ ഇയാളുടെ ഈ സാധാരണ ഉള്ള ഫോൺ ഉപയോഗിക്കാതെ അയാളുടെ പുതിയ വേറെ ഒരു സിം കാർഡ് സംഘടിപ്പിച്ച് ഉപയോഗിക്കുന്നു. അതെല്ലാം അയാൾക്കെതിരെയുള്ള എവിഡൻസായിട്ട് മാറും. അങ്ങനെ ഇയാളെ അവസാനം പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിശോധിച്ച് നോക്കിയപ്പോൾ DNA ഇതാണ്. അപ്പോൾ പിന്നെ എവിഡൻസ് കളക്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്.
വാക്ക്. കാരണം ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണെന്ന് ചോദിച്ചാൽ അയാളെ കണക്ട് ചെയ്യുന്ന എവിഡൻസുകൾ നോക്കിയെടുക്കാം. അങ്ങനെ അയാളുടെ റൂംമേറ്റ്സ്, അതായത് അവിടെ അയാളുടെ ഒന്നിച്ച് താമസിച്ചിരുന്നവരെ, അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രതി വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ്. അയാൾ അതിൻ്റെ ഒരു തർക്കം ആദ്യം എടുത്തു. അയാളൊരു കഥ അങ്ങ് മെനഞ്ഞു. അയാളുടെ സുഹൃത്തുക്കൾ ആണ് ഇത് പോയി ചെയ്തതെന്ന്. അപ്പോൾ ഇത് ആരും ചെയ്തില്ലെന്നല്ല കേസില്ല, അയാളുടെ സുഹൃത്തുക്കൾ 2 പേര് അയാളുടെ കൂട്ടുകാരാണ് എന്ന് പറഞ്ഞു. അവസാനം ആ കൂട്ടുകാരെ ക്വസ്റ്റ്യൻ ചെയ്തു പോലീസ്, ഒരുപാട് ചോദ്യം ചെയ്തു. അവർ നിരപരാധികളാണെന്ന് മനസ്സിലായി. ഒന്നുമില്ല. അവർ പിന്നെ അവസാനം കേസിൽ സാക്ഷികളായി. അയാൾ വെറുതെ പറയുന്നതാണ് ഇതൊക്കെ. അത് എല്ലാ പ്രതികളും ഇങ്ങനെ തന്നെ പറയും. എന്തെങ്കിലും ഒരു കാര്യം പറയും, ഒരു എക്സ്പ്ലനേഷൻ വേണമല്ലോ. അല്ലെങ്കിൽ ഇയാൾ അവിടെ പോയിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ ഇയാൾക്ക് പറയാം. അത് ഇയാൾ പറയുന്നില്ല, ഇയാളുടെ കൂട്ടുകാരാണെന്നുള്ളതാണ് അയാൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അയാൾക്ക് ആ സംഭവത്തെക്കുറിച്ച് അറിയാം എന്ന് വരുന്നു. അതെല്ലാം ഇയാൾക്കെതിരെയുള്ള സാഹചര്യ തെളിവുകളായിട്ട് മാറും. ഈ സാഹചര്യങ്ങളെല്ലാം, ഈ തെളിവുകളെല്ലാം ഒരൊറ്റ ലിങ്കായിട്ട്, അതായത് ഒരു മിസ്സിംഗ് ലിങ്ക് പോലും ഇല്ലാതെ കോർത്തിണക്കി എടുത്തു കഴിഞ്ഞാൽ അത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത് വളരെയധികം ബെസ്റ്റ് എവിഡൻസ് ആയിട്ടങ്ങ് മാറും. സാക്ഷികളുടെ എവിഡൻസിനെ കഴിയും വിലയുള്ളതാണ് ഈ സാഹചര്യങ്ങൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാക്ഷികൾക്ക് കള്ളം പറയാം, പക്ഷേ സാഹചര്യങ്ങൾക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അതിനെ കൂടാതെ മാത്രമല്ല, ഈ സാഹചര്യ തെളിവുകളെല്ലാം പ്രതിക്കെതിരെ ഈ കുറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരിക്കണം. ആ പ്രതിയുടെ നിരപരാധിത്വത്തിന് നേരെ ചൂണ്ടുന്നതാകാൻ പാടില്ല. അതേപോലെ തന്നെ വേറൊരാളുടെ പേരിൽ ചൂണ്ടുന്നതോ ആവാൻ പാടില്ല, നേരെ ചൂണ്ടാവുന്നതാവാനും പാടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ സാഹചര്യ തെളിവുകൾ മൂലം ഒരു കേസ് ശിക്ഷിക്കാനുള്ള പ്രിൻസിപ്പിൾ. അങ്ങനെ